ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോഗ്സ് ഫോർ യു. അപ്പോൾ ഡോഗ്സിൻ്റെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും പെറ്റ്സ് സെയിലിനായിട്ടുണ്ട്, പപ്പീസ് അണ്ടർ ഡോഗ്സ് ഒക്കെ സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോയും നല്ലൊരു ഫോട്ടോയും കൂടി അയക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിന് പ്രത്യേക ചാർജസ് ഒന്നും നമ്മൾ ഈടാക്കുന്നതല്ല. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ള ആദ്യ പപ്പീനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പഗ്ഗിൻ്റെ ഫീമെയിൽ പപ്പീസാണ്. ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത്. റേറ്റ് വയ്ക്കുന്നത് വെറും 5500 രൂപയ്ക്കാണ് ഈ പപ്പീസിനെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മദറിൻ്റെ വീഡിയോ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മദറിനെ കണ്ട് പപ്പീസിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ്. എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസ് ലോ റേറ്റിൽ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുള്ള ഒരു പപ്പീസാണ് ഡാഷ് ഹണ്ടിൻ്റെ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പപ്പിയുടെ കാല് കുടുങ്ങിയിട്ട് ചെറിയൊരു ചണ്ണ വെച്ചിട്ടാണ് പപ്പി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് 8000 രൂപ മാത്രമാണ്. ആലപ്പുഴയിലാണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൽ പപ്പീനെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല മാർക്കിംഗ് ഉള്ള ഒരു പപ്പി തന്നെയാണ്. നല്ല ആക്റ്റീവാണ് പപ്പി. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കൾച്ചർ പോമിൻ്റെ പപ്പീസാണ്. അപ്പോൾ ഇതിന് റേറ്റ് അവർ വയ്ക്കുന്നത് 3500 രൂപയാണ്. തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത്. മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറഞ്ഞ റേറ്റിൽ പോമിൻ്റെ പപ്പീസിന് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പപ്പീസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നത് പോമറേനിയൻ്റെ ഫീമെയിൽ പപ്പിയാണ്. റേറ്റ് വയ്ക്കുന്നത് 3000 രൂപ മാത്രമാണ്. ഈ ഒരു പപ്പീനെ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ് കളർ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വെറുതെ ടൈം പാസിന് വേണ്ടി ആരും കോൺടാക്ട് ചെയ്യാതിരിക്കുക. എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഒരു 4 ദിവസം 5 ദിവസം മുന്നേ മാത്രം കോൺടാക്ട് ചെയ്യുക. 2 മാസം കഴിഞ്ഞെടുക്കാനുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. 2-3 മാസം കഴിഞ്ഞ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു സമയമാകുമ്പോൾ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസാണ്. വീഡിയോയിൽ കാണുന്ന മെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് റേറ്റ് വയ്ക്കുന്നത് 11500 രൂപയാണ് റേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസിനെ എടുക്കാനായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത് പല റേറ്റിലാണ്, പല ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് പപ്പീസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് റേറ്റ് കുറവുള്ള പപ്പീസും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് ഡോഗ് അർജൻറ്റീനയുടെ ഒരു പപ്പീസാണ്. മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട്. കോട്ടയത്താണ് പ്ലേസ് വരുന്നത്. അപ്പോൾ ഡോഗ് അർജൻറ്റീന എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചീപ്പ് റേറ്റിലല്ല പപ്പീസ് സെയിൽ ചെയ്യുന്നത്, പക്ഷേ നല്ല റേറ്റിൽ തന്നെയാണ് പപ്പീസ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ തന്നെ പപ്പിയാണ്. ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് റേറ്റ് വയ്ക്കുന്നത് 7500 രൂപ മാത്രമാണ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഈ പപ്പീസിനെ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഫ്രീ അഡോപ്ഷനാണ്. മദർ ഡോഗ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. മദർ ഡോഗിനെ അഡോപ്ഷനാണ് വന്നിട്ടുള്ളത്. കൊട്ടാരക്കരയാണ് ഇതിൻ്റെ പ്ലേസ്, കൊല്ലത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കൊല്ലം അടുത്ത് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ, നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. 1 വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ്. ബ്രീഡിങ്ങിനൊക്കെ പറ്റുന്ന ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ഡോഗ് തന്നെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ജെന്യുവനായിട്ട് നോക്കാൻ പറ്റുന്ന ആൾക്കാർ, നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് ചിപ്പിപ്പാറേൻ്റെ പപ്പീസാണ്. മെയിൽ പപ്പി ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആണ്. റേറ്റ് വയ്ക്കുന്നത് 11500 രൂപയാണ്. ചിപ്പിപ്പാറേൻ്റെ പപ്പീസിനെ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നത് ജാക്ക് റൂസറിൻ്റെ ഒരു സിംഗിൾ ഫീമെയിൽ പപ്പിയാണ്. ഇതിൻ്റെ പ്ലേസ് വരുന്നത് കൊല്ലത്താണ്. റേറ്റ് വരുന്നത് 8500 രൂപയാണ്. 3 മാസം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വിത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പേരൻസിൻ്റെ പപ്പിയാണ്. വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ആണ് പപ്പി വരുന്നത്. അപ്പോൾ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ആവശ്യക്കാരനെ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു അടിപൊളി ലോങ് കോട്ട് പാരൻസിൻ്റെ പപ്പിയാണ്. ലോങ് കോട്ട് ഫീമെയിൽ പപ്പിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ്. ഇതിന് റേറ്റ് അവർ വയ്ക്കുന്നത് വെറും 6500 രൂപ മാത്രമാണ്. ഒരു അർജൻറ്റ് സെയിലാണ്. ഇതിൻ്റെ ടൈലുമ്മ ചെറുതായിട്ട് ഹെയർ പോയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഈ റേറ്റ് കുറഞ്ഞിട്ടുള്ളതും അതിനാദ്യം കൊടുക്കാതിരുന്നത്. അതിപ്പോൾ മാറി വരുന്നുണ്ട്. പപ്പി ഇപ്പോൾ റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ്. എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് വീഗിളിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ്. 1.5 മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഈ പപ്പിയും അതിൻ്റെ കേജും കൂടിയിട്ടാണ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 12,500 രൂപയാണ് രണ്ടും കൂടിയിട്ട് റേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 3 അടി നീളവും 2 അടി വീതിയുള്ള കേജാണ് കൊടുക്കാനുള്ളത്. ഈ ഒരു കേജും ഈ പപ്പിയും കൂടിയിട്ട് 12,500 രൂപയാണ് റേറ്റ് പറയുന്നത്.